അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും ഹാപ്പി ഈസ്റ്റർ. തകർത്തല്ലോ നീ. എങ്ങനെ ഫിക്സ് ചെയ്യണേ? അതായത് അത് പൊട്ടിച്ചു എന്ന് പറയാൻ മനസ്സ് വന്നില്ല. ഓക്കെ സ്റ്റീവ്, അങ്കിൾമാരോട് ആന്റിമാരോടൊക്കെ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പറഞ്ഞേടാ, ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേടാ. അവന് ഉറുമ്പിനെ ചവിട്ടി കൊല്ലുന്ന പരിപാടിയിലാണ്. ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. ആ, ഉറുമ്പിന്റെ വീട് എവിടെയാ? ഓവാ, കുഴിയാനയുടെ വീടൊന്നല്ല, അതൊക്കെ ഉറുമ്പിന്റെ വീടാ. ഇല്ല, കുഴിയാന ഇടയ്ക്ക് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ തപ്പി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ കുഴിയാനെ കിട്ടാറുണ്ട്. എനിക്കറിയില്ല മേഡം, കുഴിയാനും ഞാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ഇല്ല, ഞങ്ങൾക്ക് കുഴിയാനായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. കുഴിയാനെ മുമ്പ് വീഡിയോയിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കുഴിയാനെ. ഊവാ കാണിച്ചു തന്നിട്ടുണ്ട്, സത്യമായിട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. ഊവാ ഊവാ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളത് ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളോടൊന്ന് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇത് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഇവിടെ നല്ല സ്റ്റൂ കറി, എന്ത് കറി? ബീഫ് സ്റ്റൂ കറി ഉണ്ടായിരുന്നു. സ്റ്റൂ അല്ലല്ലോ, ഇസ്റ്റൂ എന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷം വരുന്നുള്ളൂ വിടും. സ്റ്റൂ. അപ്പൊ സ്റ്റൂ കറിയും പിന്നെ അപ്പം മേടിച്ചു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി പാതിര കുർബാനയ്ക്കൊക്കെ പോകാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ കിടന്നത്. 10:30 എനിക്കണം ഗ്രേസിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് കിടന്നു. പക്ഷെ 10:30 ഗ്രേസിനെ വിളിച്ചപ്പോൾ ഗ്രേസ് അനങ്ങണില്ല. സ്റ്റീവ് കൂർക്കമ്പൽ ചൊടുങ്ങി. എല്ലാവരും ആ ഭാഗത്തിലായി. അപ്പം പിന്നെ മിടു പറഞ്ഞു ഇവരെ എടുത്തിട്ട് നിൽക്കൽ ഇനി ആയിരിക്കുള്ള പരിപാടിന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ രാവിലത്തേക്ക് ആക്കി. രാവിലെയാണ് കുർബാനയ്ക്കൊക്കെ പോയത്. അപ്പോൾ സെലീനമ്മയുടെ അടുത്ത് പോയിട്ട് എല്ലാവരും പറഞ്ഞേ ഹാപ്പി ഈസ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണോ? എനിക്ക് ഉണ്ടാവുന്ന വിശ്വസിക്കട്ടെ. എന്തുണ്ടാവുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. പിന്നെ ഉയർപ്പിന്റെ മംഗളങ്ങള് എല്ലാവർക്കും നേരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വലിയ വിശേഷങ്ങൾ ഒന്നും പറയാൻ ഇല്ല. പിന്നെ ഇന്നലെ ഈസ്റ്ററൊക്കെ അല്ല, ഇന്നലെ അമ്മേനെയും കൊണ്ട് അമ്മയുടെ ആങ്ങളമാരുടെ അടുത്തൊക്കെ പോയിണ്ടായിട്ടാ. അപ്പം അമ്മയുടെ ആങ്ങളമാരുടെ അടുത്ത് പോയി. പിന്നെ അങ്ങനെ ഒത്തിരി ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിരുന്നു. അതിനെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ നമ്മുടെ യാത്രയൊക്കെ? ഇന്നലെ യാത്രയ്ക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. നേരം വെളുത്ത ചായ കുടി കഴിഞ്ഞ് ഇപ്പൊക്കെ ഒരു ക്ഷീണം വന്ന മാതിരി തോന്നണ്. ഇപ്പോഴുള്ളൂ, ഇന്നലെ കുഴപ്പമുണ്ടായില്ല. ഒരു കുഴപ്പമുണ്ടായി. അമ്മയുടെ ആങ്ങളമാരുടെ അടുത്തേക്കുള്ള പോയോണ്ട് പിന്നെ അധികം ക്ഷീണം തോന്നില്ല. എന്താന്ന് എനിക്കറിയില്ല. ദൈവം പ്രത്യേക ഒരു ചൊടിയും ഉഷാറും ഉന്മേഷവും സന്തോഷമൊക്കെ തന്ന മാതിരി തോന്നി. ദൈവത്തിന് പ്രത്യേകം നന്ദി. അപ്പൊ അങ്ങനെ അമ്മേനെ ഒന്ന് കറക്കി എല്ലാവരുടെയും കൊണ്ടുവന്നു. കാരണം പള്ളിയിൽ കൊണ്ടുപോയി അങ്ങനെ എല്ലാവരുടെയും ഒന്ന് കറക്കിയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അമ്മേനെ പള്ളിയിലൊന്നും കൊണ്ടുപോയി നടക്കാറില്ലല്ലോ. അപ്പോൾ ഇന്നലെ എന്തായാലും ഈസ്റ്റർ തന്നെ ദിവസമല്ലേ നോക്കി പള്ളിയുടെ ഉള്ളിലേക്കൊന്നും കയറ്റിയില്ല. പള്ളിയിൽ ജസ്റ്റ് കൊണ്ടുപോയി അവിടെ മുന്നിലൊക്കെ നിന്ന് അങ്ങനെ കൊണ്ടുപോകുന്നു. ആൾക്കാരില്ലാത്ത ഒരു സമയം നോക്കി. പിന്നെ ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ നീയാണല്ലോ അതിൻ്റെ ആള്. എങ്ങനെയൊക്കെയാണ് പോകുന്നത് പറയൂ. കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയല്ല. ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്നാലും കുറെ പണികളുണ്ട്, അതൊക്കെ ചെയ്യാൻ പോവാണ്. എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. മിഡു ഇവിടെ കുക്കിങ്ങിന്റെ പരിപാടികൾ തുടങ്ങാൻ പോകുന്നതിന്റെ ആ ഒരു പ്രിപ്പറേഷനിലാണ്. പിന്നെ വേറെ പറയാനായിട്ട് അങ്ങനെ വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. ആരും നമ്മൾ അങ്ങനെ ക്ഷണിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മിഡുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന്
അതെ, വേറൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്ര നേരത്തെ ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ അമ്മേനെ കൊണ്ട് മാക്സിമം എല്ലായിടത്തേക്കും പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ പോയി ഞങ്ങൾ. അത് ഇത്രയും ദൂരത്തേക്കൊന്നും അങ്ങനെ അധികം പോവാറില്ല. അമ്മയുടെ കണ്ടീഷൻ എപ്പോഴും നല്ല കണ്ടീഷനൊന്നും അല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉഷാറ് തോന്നിയെന്ന് കണ്ടപ്പോൾ അങ്ങനെയൊന്ന് കൊണ്ടുപോയി കൊടുന്നതാണ്. അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, അമ്മയുടെ അത്ര ആ വീടുകളിലും അവിടെയൊക്കെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. പിന്നെ അമ്മേനെ എന്താണ് എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. അവരോട് നമ്മളെപ്പോഴും പറയാറുണ്ടെങ്കിലും വീണ്ടും പറയണം, അമ്മയ്ക്ക് വലിയൊരു പണ്ടത്തെ അത്ര ഒരു സുഖമൊന്നും ഇല്ല. നമുക്ക് ചെറിയ വയ്യായകളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. മാത്രമല്ല അമ്മയുടെ ഓർമ്മയ്ക്ക് സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ കുറവൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു സോഡിയം കുറവായിട്ടാണ് പൊട്ടാസ്യം കുറവായിട്ടാണെന്നൊക്കെ. സോഡിയം പൊട്ടാസ്യമൊക്കെ എല്ലാ മാസവും നമ്മളിവിടെ ഇങ്ങനെ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും കുറവോ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനത്തെ അതിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല, ആ പ്രായമായതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ചെറിയ ഓർമ്മ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങൾ അമ്മ കാണുമെന്ന് പറയും. അവർ വാഴകൈ ഇറങ്ങുമ്പോൾ പറയും അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളെയും പലപ്പോഴും അമ്മേനെ കാണിക്കാത്തത്. നമുക്ക് ആ ഒരു സൗകര്യം വരുന്ന നേരത്താണല്ലോ എപ്പോഴും കാണിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് അമ്മേനെ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കണ്. പിന്നെ വേറെന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്ന് അതിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് കമൻറ്റുകളൊക്കെ ഇട്ട് പോകണുണ്ട്. അപ്പോൾ അത് എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ എന്തിട്ടാ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ എൻ്റെ സത്യമായ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കൂടെ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണ്, എൻ്റെ ഒരു റിയൽ ലൈഫാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കാറ്. അപ്പോൾ അത് വിശ്വസിക്കാൻ മടിയുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അറിയാത്ത ആൾക്കാരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ മിടുവിനെ കുക്കിങ്ങിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം.